300-കളിൽ ഷിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ തീവ്രവാദി ഗ്രൂപ്പായ ഫാത്തിമിയാക്കൾ ഉബൈദികൾ തുടങ്ങിയതാണ്. ബഹുമാനപ്പെട്ട നാസർ സഖാഫി ഉസ്താദ് ചോദിച്ചു, ഇത് ഫാത്തിമിയാക്കളിൽ നിന്ന് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം ഫാത്തിമിയാക്കൾ ഉണ്ടാക്കി കടത്തിക്കൂട്ടിയ ഒരു സമ്പ്രദായമാണ് ഇത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും. ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലിലുള്ള ഈ മൗലിദ് ആഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലവിക്കും കഴിഞ്ഞിട്ടില്ല, എനിക്ക് കഴിയില്ല. കാര മൂസ മൗലവി പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. അത് നിങ്ങൾക്ക് നന്നായി പൊള്ളിയത് കൊണ്ടാണ് കുറച്ചുകൂടി വിനയത്തോടെ ഇങ്ങനെ പറയണത്. നമുക്ക് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവുക, നീ ആഗോളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട, ഇവിടുന്ന് അങ്ങോട്ട് പോവുക. ഇത് ഷിയാക്കളെ ഏർപ്പാടാണോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോകണം കേട്ടോ കോഴിക്കോളിയും. ഇതൊക്കെ ഒരു നാണം മറക്കലിന്റെ വ്യത്യസ്തമായ കോലങ്ങളാണ്. കേരളത്തിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്, അവിടുന്ന് ഇങ്ങോട്ടല്ലാന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇവരെ കയ്യിലൊരു ചുക്കൂല്ല, അവർക്കറിയാം. ആ നാണം മറക്കാൻ വേണ്ടിട്ട്, ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ടാണ് ഈ ഡയലോഗൊക്കെ. ഒന്ന് അൽ മുബാറക് കേട്ടോളി. 1989 ഓഗസ്റ്റ് സമസ്ത ഇങ്ങനെ പൊട്ടാ നിൽക്കണ നേരാക്കാരൻ ചിലപ്പോ. അപ്പൊ രണ്ടു കൂട്ടർക്കും തള്ളാൻ പറ്റൂല. ഇനി അൽ മുബാറക്ക് നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ പറയും തെളിവ് വേറെ കൊണ്ടുവരും. അൽ മുബാറക്ക് നിങ്ങളതാ തെളിവ് വേറുണ്ട്, അത് നമ്മൾ സമയത്തിന് വായിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ അൽ മുബാറക്ക് മതി, കേരളം പിടിച്ചോളി. മൗലിദ് പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്കലും സുന്നി ഷിയ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ്. നിങ്ങൾക്ക് എന്നു മുതലാണ് അൽ മുബാറക് മാസിക ഇത്ര വലിയ പ്രാമാണിക ഗ്രന്ഥമായത്? ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇതൊക്കെ വിട്ടോ? അൽ മുബാറക് മാസികയാണോ നിങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥം? നിങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കദിബ്, അതിന് പ്രാമാണികമായി തെളിവ് ചോദിക്കുമ്പോ അൽ മുബാറക് മാസികയാണോ വായിക്കല്? എന്താണ് സഹോദര ഇത്? എന്നാൽ അൽ മുബാറക് മാസിക നിങ്ങൾ വായിച്ചു. എന്നാൽ ആ വായിച്ചതിൽ എവിടെ ഫാത്തിമിയാക്കളാണ് ഇത് തുടങ്ങിയത്, ഷിയാക്കളാണ് ഇത് തുടങ്ങി വെച്ചത് എന്ന്? നിങ്ങൾ കൊണ്ടുവന്ന അൽ മുബാറക് എന്ന് പറയുന്ന നിങ്ങൾ പ്രമാണമായി കൊണ്ടുവന്ന പ്രമാണത്തിൽ പോലും ഇത് ഫാത്തിമിയാക്കളാണ് തുടങ്ങിയത് എന്ന വരി എവിടെ, എന്ന വാചകം എവിടെ? അതല്ലേ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ അസ്ലിം ബച്ചൻ പറഞ്ഞു കൊടുക്കുക. സുന്നി അഫ്കാർ 2024 സെപ്റ്റംബർ 16 to 30 വരട്ടെ തനിച്ചതാ. ഇത് ഷിയാക്കൾ തന്നെ തുടങ്ങിയിട്ട് കേട്ടോളി. മുദഫർ തുടങ്ങി. ആ മുദഫർ തുടങ്ങിയ എന്താ അറിയോ? മുദഫർ തുടങ്ങാൻ കാരണം ഷിയാക്കൾ തുടങ്ങിയ അത്ര കേമല്ല, ഒരു ഉഷാറില്ലാത്തൊരു ജീവല്ലാത്തൊരു പരിപാടി. അപ്പൊ മുദഫർ തോന്നി ഇതൊന്ന് ജീവിപ്പിക്കണം, അതാ മുദഫർ ചെയ്ത പണി. ശരി വരട്ടെ കേട്ടോളി. കാരണം മുദഫർ രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് ഉമർ മുല്ല നടത്തിയിരുന്ന മൗലീദാഘോഷമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. മുല്ല ഉമർ ആരാ? ഫാത്തിമിയാക്കളുടെ തീവ്രൻ. ഫാത്തിമിയാക്കളോ ഷിയാക്കളുടെ തീവ്രർ. എന്താ വേണ്ടു? അപ്പൊ രണ്ടാമത്തെ ആധികാരിക പ്രാമാണിക ഗ്രന്ഥം ഏതാണ് മുജാഹിദുകൾക്ക്? സുന്നി അഫ്കാറോ? സുന്നി അഫ്കാർ നിങ്ങളുടെ പ്രാമാണികമായ ആധികാരിക ഗ്രന്ഥാണോ? സുന്നി അഫ്കാറാണ് രണ്ടാമത് വായിച്ചത്. എന്നാൽ ഈ വായിച്ച സുന്നി അഫ്കാറിൽ തന്നെ തട്ടിപ്പ് നടത്താണ്. ഈ പറഞ്ഞ വാചകത്തിൽ, ഈ വായിച്ചതിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇത് ഫാത്തിമിയാക്കളാണ് തുടങ്ങിയത് എന്ന്, ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കളാണ് തുടങ്ങിയത് എന്ന് ഈ വരികളിലുണ്ടോ? പിന്നെ മൂപ്പര് നടത്തുന്ന ഒരു തട്ടിപ്പ് എന്താണെന്നറിയോ? അതില് ഒരു പേര് നിങ്ങൾ വായിച്ചു ശ്രദ്ധിച്ചത്, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷാമ തങ്ങളുടെ കിതാബ് ഞാൻ വായിക്കാം. കിതാബ് അൽ ബാഇസ് അലാ ഇൻകാരിൽ ബദഇ വൽ ഹവാദിസി എന്ന് പറയുന്ന 96-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇതാരാണ്? വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൗസിലി അഷ്ശൈഖ് ഉമർ ഇബ്നു മുഹമ്മദുൽ മുല്ല അഹദുസ് സ്വാലിഹീൻ അൽ മഷ്ഹൂരീന. ഇമാമിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ പറയുന്ന ഉമർ ഇബ്നു മുഹമ്മദ് മുല്ല എന്ന് പറയുന്നത് അഹദുസ് സ്വാലിഹീന എന്നാണ്. അല്ല മൗലവി, കാര മൗലവി, നിങ്ങളുടെ ഭാഷ പ്രകാരം അഹദുസ് സ്വാലിഹീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയാന്നർത്ഥം, സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിയാന്നാണ് അർത്ഥം. ഇത് ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങളുടെ ഗുരുവര്യരായ ഇമാം അബൂ ഷാമ തങ്ങൾ പറഞ്ഞതാണ്. സ്വാലിഹീങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായ വ്യക്തിയാണ് ഈ മുല്ല ഉമർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഇവർക്ക് ഷിയാക്കളിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് അറിയിക്കാനുള്ള തെളിവുകളില്ല. നാണം കെട്ടിരിക്കുകയാണ്. കളവ് പറഞ്ഞ് പിടികൂടി നാണം കെട്ടു, എല്ലാത്തിലും നാണം കെട്ടിട്ട് ഇപ്പൊ ഇവരെന്തൊക്കെയാണ്? ആടിനെ പിടിച്ച് പട്ടിയാക്കുക. ഇപ്പൊ ഇനി മലിക്കുൽ മുളഫറിനെ ഷിയാക്കുക, അറുബിന് മുല്ല എന്ന് പറയുന്നവരെ ഷിയാക്കുക, ഇങ്ങനെ അവതരിപ്പിക്കുക. പച്ചക്കളവല്ലേ പറഞ്ഞത്? ഇമാമിങ്ങൾ പരിചയപ്പെടുന്ന അഹദുസ് സ്വാലിഹീന എന്നാണ്. ഇനി മൂന്നാമത്തെ തെളിവൊന്ന് കേട്ടോ കാലട്ടെ. ഇനി ഷിയാക്കൾ തന്നെ പറയട്ടെ. അപ്പോഴാണല്ലോ സൂഫികളും ഷിയാക്കളും പറയട്ടെ. കേട്ടോളി. താരിഖുൽ ഇഖ്തിലാഫ് ബിൽ മവാലിദിൻ നബവി. ആരെ കിതാബാ? ഷിയാ സൂഫി കിതാബ്.
ആ കിതാബിന്റെ പേജ് കാണാം. ഇതാ ഇതിന്റെ ലുഹൂർ ഇതെപ്പോഴാ വന്നത് നോക്കുക. ഖബല തഹദ്ദുസി ഫീമാ കാന ഖുലഫാഇൽ ഫാത്തിമിയീന മിൻ ബനി ഉബൈദില്ലാ ബിമിസ്ർ മിന അശ്ശഇൻ ഫീ ഇബ്തിദാഇ ഫിക്റത്തിൽ ഇഹ്തിഫാലി ബിൽ മൗലിദിൻ നബവി അശ്ശരീഫ്. ഫാത്തിമിയാക്കളിലെ ആ ഖലീഫമാരെ കാലഘട്ടം പറയും മുമ്പ് ഇതുണ്ടായത് പറയട്ടെ. അന്ന് അതുണ്ടായത് ആര്? ഇതുണ്ടാക്കിയ ആൾക്കാർ. എന്താ വേണ്ടു? ഉണ്ടാക്കിയവര്. ഇപ്പൊ വായിച്ച കിതാബ് ഏതാണ്? സൂഫി ഷിയാ കിതാബ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങളുടെ മൂന്നാമത്തെ പ്രമാണം ഷിയാക്കളുടെ കിതാബാണോ? ഷിയാക്കളുടെ കിതാബാണോ നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥം? ആധികാരിക ഗ്രന്ഥം ചോദിക്കുമ്പോൾ ഷിയാക്കളുടെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ട് വായിക്കാൻ നിങ്ങൾക്ക് നാണം ആവുന്നില്ലേ മൂസ സ്വലാഹി? നിങ്ങളൊരു പണ്ഡിതനല്ലേ? നിങ്ങൾ എത്ര പ്രഭാഷണങ്ങൾ നടത്തിയ വലിയ പണ്ഡിതനാണ്. ആധികാരിക പ്രമാണം ചോദിക്കുമ്പോൾ ഇതൊക്കെയാണോ വായിക്കുന്നത്? അറബിയിലുള്ള ഗ്രന്ഥങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൊരു പക്ഷെ നിങ്ങൾക്ക് പൊട്ടീസാക്കാൻ പറ്റും. ഇത് ഏതാ ഗ്രന്ഥം? എന്റെ അടുത്തുണ്ട് ഈ ഗ്രന്ഥം. താരീഖുൽ ഇഹ്തിഫാൽ ബിൽ മൗലിദിൻ നബവി എന്ന് പറയുന്ന ഈ ഗ്രന്ഥം എഴുതിയതാരാണ്? ഹസൻ സന്ദൂബി എന്ന് പറയുന്ന ഒരു മിസ്രി പണ്ഡിതനാണ്. ഈ കിതാബ് എന്നാണ് പ്രിന്റഡ് ആയിട്ടുള്ള കിതാബ്? 1948 1948 പ്രിന്റഡ് ആയിട്ടുള്ള ഈ ഒരു കിതാബാണ് അയാൾ ഇവിടെ വായിച്ചിരിക്കുന്നത്. എന്നാ ഈ വായിച്ച കിതാബിലോ ഇത് ഫാത്തിമിയാക്കളാണ് തുടങ്ങിയത് എന്നൊരു വരി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഫാത്തിമിയാക്കളുടെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ 24-ാമത്തെ പേജില് ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഫാത്തിമിയാക്കൾ തുടങ്ങിയതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഇബാറത്തല്ലേ വായിക്കണത്? ഇബാറത്ത് വായിച്ചിട്ട് ആ ഇബാറത്തിൽ നിന്നെങ്കിലും ഇത് ഫാത്തിമിയാക്കളാണ് തുടങ്ങിയത് എന്ന് പറയുന്ന ഒരു ഇബാറത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്തത്? സഹോദര, ഈ 1947 തെളിവുകളൊക്കെ എടുക്കണതിനെ കിടന്നത് നിങ്ങൾക്ക് 1935-34 പോയിക്കൂടെ? നിങ്ങളുടെ മൗലവി അൽ മുർഷിദിൽ എഴുതിയിട്ടില്ലേ 1934? ഇതിനേക്കാളും കുറച്ചുകൂടി കൊവ്വത്തുണ്ടാവുമായിരുന്നു. എന്താ എഴുതിയത്? EK മൗലവി എഴുതിയില്ലേ? നിങ്ങളുടെ പണ്ഡിതനല്ലേ? പ്രാമാണികനല്ലേ? നിങ്ങൾക്ക് പ്രാമാണികനല്ലേ ഒന്നില്ലെങ്കിലും? അദ്ദേഹം പറഞ്ഞ എന്താണ്? മൗലിദ് ആഘോഷം നടത്താറുണ്ടായിരുന്നു എന്നല്ലേ? ആ തെളിവല്ലേ നിങ്ങൾ എടുക്കേണ്ടത്? ഇനി മാത്രമല്ല, എന്നാല് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ തെളിവ് എവിടുന്ന കിട്ടിയെന്നറിയോ? നിങ്ങള് കഴിഞ്ഞ മലപ്പുറം മുഖാമുഖത്തില് ഷുറൈ സലഫി വായിച്ച തുവൈജിരി എന്ന് പറയുന്ന ഒരാളുടെ 2024-ലെങ്ങാനാണ് ആള് മരണപ്പെട്ടത്. നിങ്ങളുടെ പണ്ഡിതൻ അയാളാണിത് പറയുന്നത്. നിങ്ങൾക്ക് അതെന്താ വായിക്കാൻ ഒരു പേടി? നിങ്ങൾ ഒന്നാം പ്രമാണമായിട്ട് വായിക്കേണ്ട അതല്ലായിരുന്നോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പേടിയത് വായിക്കാൻ? ആളുകൾക്ക് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വായിക്കുന്നത് കളവാണ് എന്നും നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ മൗലവിമാരുടെ ഗ്രന്ഥങ്ങളാണെന്നൊക്കെ ആൾക്കാർക്ക് തിരിയാൻ തുടങ്ങി. അറബിയിൽ വായിച്ചേ ഇനിയുള്ള കാലങ്ങളിലൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റൂല മൗലവി. എന്നാ നോക്കാം. എന്നാ ഞാൻ വായിച്ചുതരാം, നിങ്ങൾക്ക് തെളിവ് ഞാൻ തരാം. നിങ്ങളുടെ പണ്ഡിതനായ തുവൈജിരി അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതുന്നുണ്ട്, അന്ന് നിങ്ങളുടെ ഷുറൈ സലഫി വായിച്ചിരുന്നു ഈ കിതാബ്. ഇന്ന് അത് നിങ്ങൾക്ക് വായിക്കാൻ പേടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനങ്ങൾ ഇത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുള്ള സത്യം നിങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലിതാ അവ്വലു മൻ അഹ്ദസ ഹാദിഹിൽ ബിദ്അ ഹും ബനി ഉബൈദുൽ ഖദ്ദാഹ് അല്ലദീന യുസമ്മൂന അൻഫുസഹും ബിൽ ഫാത്തിമിയീന. ഫാത്തിമിയാക്കൾ എന്ന് പേരിട്ട ഉബൈദുൽ ഖദ്ദാഹി എന്ന് പറയുന്ന ആളുകളാണ് ഇത് ആദ്യമായി തുടങ്ങിയത്. ഇപ്പൊ ഈ വാർത്ത ഓക്കെയാണ്, കൃത്യാണ്. ഇങ്ങനെ ഒരു ഇബാറത്താണ് നിങ്ങളിപ്പോ വായിച്ചതിലൊക്കെ വായിക്കേണ്ടത്. നിങ്ങൾ മുബാറക് മാസിക വായിച്ചിരുന്നു, അതിന് ഇങ്ങനത്തെ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. പിന്നെ സുന്നി അഫ്കാർ വായിച്ചു, അതിൽ നിന്നും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ ഈ മിസ്രി പണ്ഡിതനായ സന്ദൂബിന്റെ കിതാബ് വായിച്ചു, അതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇബാറത്ത് കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ വായിക്കുന്നതിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇബാറത്ത് നിങ്ങൾ കാണിക്കുക. അപ്പോഴല്ലേ ഒരു ആണത്തം. ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അതിനൊരു മട്ടും കോലും വേണ്ട എന്റെ മൂസ സലാഹി. ഇനി അഹ്ലു സുന്നന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നു, ഒന്ന് കൊടുക്കുക. ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇപ്പൊ ആധുനികരാകട്ടെ, ഈ ഇമാമിന് ശേഷമുള്ളവരാകട്ടെ, അവരൊക്കെ അംഗീകരിച്ച കിതാബാണ് ഇമാം മഖ്രീസി റഹിമഹുള്ളയുടെ അൽ ഖുത്തത്ത് എന്ന പേരിലാണ് അറിയപ്പെടുക. കിതാബുൽ മവാഇദ് വൽ ഇഅ്തിബാർ ബിദിക്റിൽ ഖുത്തത്ത് വൽ ആസാർ അൽ മഅറൂഫ ബിൽ ഖുത്തത്തിൽ മഖ്രീസിയ. നീ ഇമാം മഖ്രീസിനെ കൊടുത്താൽ പറയാ, ഇമാം മഖ്രീസി നിങ്ങളാളല്ലേ? നിങ്ങളീ ആൾ തന്നെയാണ്, എല്ലാവർക്കും പറ്റും. മാഷാ അല്ലാഹ്. അയാള് തെളിവ് വായിക്കാൻ പോവട്ടാ. 3 പറഞ്ഞ് ബാത്തിലായി. 4ാമത് അയാളൊരു തെളിവ് പറയാൻ പോവുകയാണ്. അവരൊക്കെ അംഗീകരിക്കുന്ന, ഇവരും അംഗീകരിക്കുന്ന, നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതന്റെ പേരാണ് വായിക്കണത്. ബഹുമാനപ്പെട്ട ഇമാം മഖ്രീസി തങ്ങളുടെ പേരാണ് വായിക്കണത്. എന്തായാലും തെളിവൊന്ന് കേൾക്കാം, ആകാംക്ഷ ഉണ്ട് നമുക്ക് കേൾക്കാൻ ഇൻഷാ അല്ലാഹ്. അതിലെങ്കിലും പറയായിരിക്കും ഇത് ആദ്യമായി തുടങ്ങിയത് ഫാത്തിമിയാക്കളാണ് എന്ന്. അതിനാണല്ലോ തെളിവ് ചോദിച്ചത്. 436-ാമത്തെ പേജ് എന്താണ്? ഇതാ വകാന ലിൽ ഖുലഫായിൽ ഫാത്തിമീന ഫീ തൂലിസ്സന അയ്യാദ് വ മവാസിം. വർഷം മുഴുവൻ ഷിയാക്കളിലെ ഫാത്തിമിയാക്കളായ ഖലീഫമാർക്കൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, വർഷത്തിന്റെ ആരംഭത്തിലുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് യൗമു ആശൂറ ഒക്കെ ഉണ്ട്. വ മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടോ?
അപ്പൊ എന്തിനാ ഷിയാക്കൾ ഉണ്ടാക്കിയതരോ? ഓല ഇമാമുകളെ ആഘോഷം കൊണ്ടാണ്. അപ്പൊ തെളിവ് വേണ്ടേ? ആ തെളിവിന് വേണ്ടി നബിന്റെ പേരിൽ തുടങ്ങി പച്ച ഷിയായിസം, ശുദ്ധ ഷിയായിസം, കറകളഞ്ഞ ഷിയായിസം. ഇദ്ദേഹത്തിന്റെ 4ാമത്തെ തെളിവ് നമ്മൾ കേട്ടു. അയാളൊരു ഇമാമിന്റെ പേര് പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. ഇമാം മക്രീസി തങ്ങളുടെ പേര്. നിങ്ങൾക്കും പറ്റും ഞമ്മക്കും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പറയണത്. ഏതായാലും നിങ്ങൾക്ക് പറ്റണ പണ്ഡിതൻ തന്നെയാണല്ലോ ഇമാം മക്രീസി തങ്ങൾ, അല്ലെ? ഓക്കെ. അദ്ദേഹത്തിന്റെ ഖുത്ബത്തുൽ മക്രീസി എന്നറിയപ്പെടുന്ന കിതാബിന്റെ 436ാമത്തെ പേജാണ് വായിച്ചത്. എന്റെ സഹോദര, നിങ്ങൾ വായിച്ച പേജില് ഞാൻ നേരത്തെ വായിച്ചതുപോലെ തുവൈജിരിയൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളെ പണ്ഡിതന്മാര് പറയുന്നത് പോലെ അവ്വലു മൻ അഹ്ദസ ഹാദിഹിൽ ബിദ്അഹും ബനി ഉബൈദുൽ ഖദ്ദാഹി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഫാത്തിമിയകളാണ് ഇത് ആദ്യമായി തുടങ്ങിയത് എന്നുള്ള വരി ഇപ്പൊ നിങ്ങൾ വായിച്ചോ? അതല്ലേ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വായിക്കാത്തത്? നിങ്ങൾക്കറിയാം നിങ്ങൾ വായിക്കുന്നത് പൊള്ളാണ്, തെറ്റാണെന്നൊക്കെ. ആളുകൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തൊക്കെയോ ഇങ്ങനെ വായിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് തന്നെ അത് തിരിയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല ഫൈസൽ മൗലവി നിങ്ങളെ പറ്റിച്ചോ? അതും എനിക്കറിയില്ല. എന്തോ ആവട്ടെ, നിങ്ങളിപ്പോ വായിച്ച ഇബാറത്തില് എന്താ ഉള്ളത്? വകാനലിൽ ഖുലഫാഇൽ ഫാത്തിമീന ഫീ തൂലിസന അഴിയാദുൻ വമാവാസിമുൻ. ഫാത്തിമിയാക്കളുടെ പെട്ട ഖുലഫാക്കളായ ആളുകൾക്ക് വർഷം മുഴുവൻ ആഘോഷമായിരുന്നു. അവർക്ക് പെരുന്നാളുകളും ആഘോഷങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരുപാട് എണ്ണുന്നുണ്ട്. ആഷൂറ ദിവസം, അതേപോലെ തന്നെ മീലാദുൻ നബി, മീലാദു അലി, മീലാദു ഫാത്തിമ, മീലാദു ഹസൻ ഹുസൈൻ. മാത്രമല്ല അതിൽ റമദാന്റെ ആഘോഷങ്ങൾ, രാപ്പകലുകൾ ഹയാത്താക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആര് ചെയ്തിരുന്നു? ഫാത്തിമിയാക്കളും ഷിയാക്കളും ചെയ്തിരുന്നു എന്നതുകൊണ്ട് ഇത് തുടങ്ങിയത് ഫാത്തിമിയാക്കളാണെന്ന് അതിന് കിട്ടുമോ? മാത്രമല്ല ഇവരൊക്കെ ചെയ്തു എന്നതിന്റെ പേരിൽ നമുക്കിത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു റസൂലുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യഹൂദികളാണ് ആഷൂറാന്റെ നോമ്പ് ആദ്യം നോറ്റിട്ടുണ്ടായിരുന്നത്, പിന്നെയാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ നോറ്റിട്ട്. അങ്ങനെയാണെങ്കിൽ യഹൂദികൾ തുടങ്ങിയതാണെന്നുള്ളതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾ ചെയ്യൂലെന്നല്ലേ ഇതിന് പറയേണ്ടീന്? റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? എന്നാൽ നമുക്ക് 9 കൂടിയാണ് നോമ്പ് നോക്കുക എന്നാ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറഞ്ഞ ഈ കിതാബില് ഷിയാക്കളായ ഈ ഫാത്തിമിയാക്കള് മീലാദ് ആഘോഷം മാത്രമല്ല മറ്റു പല മൗലിദാഘോഷങ്ങളും നടത്തിയിട്ടുണ്ട്. റമളാനിന് നോമ്പ് അവർക്ക് ഭയങ്കര സന്തോഷം ആഘോഷമൊക്കെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ മുഹറം 10 ഇതൊക്കെ അവർക്ക് ആഘോഷം തന്നെ ആയിരുന്നു. അതുകൊണ്ട് മുഹറം 10 ഇനി നിങ്ങൾ നോമ്പ് വെക്കൂല എന്നാ വെക്കുക? ഫാത്തിമിയാക്കൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുഹറം 10 നോമ്പ് വെക്കൂലേ? ഇനി അതേപോലെ തന്നെ പെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കൂലേ? ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ നിങ്ങൾ ആഘോഷിക്കൂല? അതൊക്കെ ഇവർക്ക് ആഘോഷിക്കുന്നത്രേ. അത് ഈ കിതാബിലുണ്ട്. നിങ്ങളുടെ ഈ ഉസൂല് പ്രകാരം നിങ്ങൾ അതും ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ വായിച്ച കിതാബ് നിങ്ങൾക്ക് പറ്റുന്ന കിതാബാണല്ലോ അല്ലെ? എന്നാൽ ഈ കിതാബിൽ തന്നെ ഈ നിങ്ങൾ വായിച്ച കിതാബ് അൽ മവാഇൽ വൽ ഇഅ്തിബാർ ബിദിക്രിൽ ഖുതത് വൽ ആസാർ എന്ന് പറയുന്ന അൽ ഖുതത്തുൽ മക്രീസി എന്ന് പറയുന്ന ഈ കിതാബിന്റെ നിങ്ങൾ എടുത്തതിന്റെ 3ാമത്തെ വാള്യം ഒന്ന് മറിച്ചു വെക്കുക. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കിതാബല്ലേ? 399ാമത്തെ പേജ് ഒന്ന് മറിച്ചാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കിതാബ്. നിങ്ങളൊന്ന് വായിച്ചൊന്ന് പഠിക്കുക. ഇതിലെന്താ പറയുന്നത്? എല്ലാ വർഷവും ആദ്യത്തെ റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യത്തെ ജുമഅ ദിവസം മൗലിദാഘോഷത്തിന്റെ മാസമായിരുന്നു, ദിവസമായിരുന്നു. ഫഇദാ കാന വഖ്തു ദാലിക ലറബ്തു ഖൈമതൻ അളീമതൻ ബിഹാദൽ ഹൗളി. മൗലിദിന്റെ മാസം വന്നു കഴിഞ്ഞാൽ വലിയ ഹൈമകൾ ഉണ്ടാക്കുമത്രേ. എന്നിട്ടോ വജലസ സുൽത്താനു വഅൻ യമീനിഹി ശൈഖുൽ ഇസ്ലാം. അവിടെ രാജാക്കന്മാര് വന്നിരിക്കും. എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേര് ഈ പറഞ്ഞ മക്രീസി ഇതേ കിതാബിന്റെ 3ാം വാള്യത്തിന്റെ 399ാമത്തെ പേജിൽ ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം സിറാജുദ്ദീൻ ഉമർ ബിൻ റസ്ലാൻ ബിൻ നസ്റുൽ ബുൽഖൈനി, ബഹുമാനപ്പെട്ട ബുൽഖൈനി ഇമാം ഈ മൗലിദിന്റെ മജ്ലിസിൽ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ചാരത്ത് മറ്റു ഇമാമിങ്ങളും വന്നിരിക്കുമായിരുന്നു. ഇങ്ങനെ ധാരാളം സജ്ജനങ്ങൾ വന്നിരിക്കുന്ന ഒരു മൗലിദിന്റെ മജ്ലിസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹൈമ ഞാൻ കെട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കിതാബിന്റെ അപ്പുറത്ത് മൗലിദാഘോഷത്തിന് തെളിവ് പറയുകയാണ്. അപ്പൊ ഏതായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇനി മൗലിദ് ആഘോഷിക്കാം. നിങ്ങൾ പറഞ്ഞ ആധികാരിക ഗ്രന്ഥാണല്ലോ, ആധികാരിക ഗ്രന്ഥത്തിൽ തന്നെ മീലാദാഘോഷത്തിന്റെ തെളിവും പറയുന്നുണ്ട്. ഇപ്പൊ എന്തായി മൂസ മൗലവി? എനിക്ക് എന്റെ പ്രിയപ്പെട്ട മൗലവിമാരെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മൗലവിമാര് ഫൈസൽ മൗലവി ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും അറബി കിതാബ് വായിച്ചിട്ട് ഇത് വലിയ ആധികാരിക ഗ്രന്ഥാണെന്ന് ചിലപ്പോൾ തോന്നിപ്പിക്കും. നിങ്ങൾ അങ്ങനെ പെട്ടുപോകരുത്. നിങ്ങൾ പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇനിയും കുറെ ഗ്രന്ഥങ്ങൾ ഉണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്നാൽ ഇനി നിങ്ങൾ ആധികാരികമായി ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത് ഫാത്തിമിയാക്കളാണ് തുടങ്ങിയത് എന്ന് പറയാൻ നിങ്ങൾ എന്താക്കണം? തെളിവ് കൊണ്ടുവരണം. ഇവിടെ നേരത്തെ ഞാൻ വായിച്ച അഷേഖ് ഉമർ ബിൻ മുഹമ്മദുൽ മുല്ല എന്ന് പറയുന്ന സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് ഇമാമിങ്ങൾ പരിചയപ്പെടുത്തിയ അദ്ദേഹം അൽഹാവിലിൽ ഫതാവിൽ ഇമാം സുയൂത്തി തങ്ങളും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സുബുലുൽ ഹുദാ വർ റഷാദിൽ ഇമാം അഷാമി തങ്ങളും ഇതേ അഭിപ്രായം പറഞ്ഞവരാണ്. ഇതൊക്കെ തുടങ്ങിയത് സ്വാലിഹ്യങ്ങളാണ്, നല്ലവരാണ്, ഇതൊരു ചര്യയാക്കി കൊണ്ടുവന്നത്. ഇതിന്റെ അസല് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട്. അതാണല്ലോ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ്. അത് റസൂലുള്ളാഹിന്റെ ജന്മദിനമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണല്ലോ.
അപ്പോ അസ്ൽ റസൂലുള്ളാഹിന്റെ കാലത്തേ ഉണ്ട്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്നൊക്കെയുള്ള ഹദീസൊക്കെ ധാരാളം നമ്മൾ പറയുന്നത്. സാധാരണക്കാർക്കും ഇതൊക്കെ പച്ചവെള്ളം പോലെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ മൗലവിമാരിങ്ങനെ കഷ്ടപ്പെട്ട് മൗലിദാഘോഷത്തിനെതിരെ ഇങ്ങനെ വേർത്ത് കുളിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തെളിവ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളോട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹു താല നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ. മൗലിദ് ആഘോഷിക്കാൻ നിങ്ങളെ പൂർവ്വകാല മൗലവിമാരൊക്കെ മൗലിദ് ആഘോഷിച്ച പോലെ നിങ്ങൾക്കും ആഘോഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു താല തരട്ടെ. ഇനി നിങ്ങൾക്ക് പ്രമാണങ്ങൾ കിട്ടാത്തതാണെങ്കിൽ ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞ ഇത്തിഹാദുഹു മൗസിമ അത് വചന അജ്റുൻ അലീമുൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മീലാദാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പ്രമാണങ്ങൾ അത് എടുത്തോളി. എന്നിട്ടാണെങ്കിലും വേണ്ടി ഞങ്ങൾ നന്നാവി. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.